നമസ്കാരം. സുഖം എല്ലാവർക്കും. 4-5 ദിവസം മുന്നേ അൻസാരി ഉസ്താദ് ഒരു വീഡിയോ ഇൻ്റർവ്യൂ കൊല്ലം തുളസിൻ്റെയും പിന്നെ ഏതൊരു പെണ്ണിൻ്റെയും കൂടി ഒരു ഇൻ്റർവ്യൂ റിയാക്ട് ചെയ്തില്ലേ. അപ്പം എന്താ വിഷയം എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് മുന്നേ അതിൻ്റെ ആ പെണ്ണ് റിപ്ലൈ കൊടുക്കുന്ന വീഡിയോ കാണാണ്ടായി. അപ്പോൾ ഞാൻ ചുമ്മാ പോയിട്ടത് കണ്ടു. ആ ഇൻ്റർവ്യൂ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് കണ്ടു. എന്താണ് കൊല്ലം തുളസി പറഞ്ഞതെന്ന് ജസ്റ്റ് പോയി കണ്ടു. നമ്മൾ ഉസ്താദിൻ്റെ അൻസാരി ഉസ്താദിൻ്റെ റിയാക്ഷൻ പോയിട്ട് ഞാൻ കണ്ടു. നമുക്ക് അപ്പോൾ ആ പെണ്ണിൻ്റെ റിപ്ലൈ ഒന്ന് ആദ്യം കാണാം, അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകാം കേട്ടോ. ഇതിൽ പരാമർശിക്കുന്ന ഈ ലിബിയ ഇന്റർവ്യൂ അറിയില്ലേ, അത് ഞാൻ തന്നെയാ. എന്റെ പരിമിതമായ അറിവിൽ ഞാൻ പഠിച്ച ഇസ്ലാം വെച്ചിട്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ വേഷവിധാനമൊക്കെ കണ്ടിട്ട് ഇദ്ദേഹം ഒരു സ്ഥാനം കേട്ടോ എനിക്ക് തോന്നണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാളും ഒരാളെ കളിയാക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ പരദൂഷണം പറയാനോ, പ്രത്യേകിച്ച് ഒരു ഉസ്താദ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് കണ്ട പഠിച്ച് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എന്താ പഠിച്ചത് ഇസ്ലാമിൽ എനിക്കറിയില്ല. തലമുടിയൊന്നും കാണിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം കളിയാക്കണ കാര്യം, അറിയാത്ത കാര്യങ്ങൾ പറയാനും പാടില്ല. മനസ്സിലായില്ല? അതെനിക്കറിയില്ല എന്നാണ് പറയേണ്ടത്. അല്ലാതെ എന്താണ് ജിഹാദ് എന്ന് ചോദിക്കുമ്പോൾ അത് എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ അല്ലേ അങ്ങനെ പറഞ്ഞാൽ ഇസ്ലാമിനെതിരെ എർലി ഉണ്ട നിൽക്കുന്ന ആൾക്കാർ നാളെ ചർച്ചയ്ക്ക് വന്നിരുന്നു കണ്ട് പറയും, അവസാനം ഒരു പെണ്ണ് വന്നിരുന്ന് പറഞ്ഞില്ലേ സത്യാവസ്ഥ, ആ പെണ്ണ് പറഞ്ഞില്ലേ ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീമിസ്റ്റുകളാണെന്ന് ഇവർ പറഞ്ഞ് പച്ചക്കള്ളം അങ്ങനെ പറയും. അന്ന് ഇവൻ തിരുത്തും അത് ഇല്ലല്ലോ. നിനക്ക് നിൻ്റെ റീച്ച്, നിന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ തിരിഞ്ഞിങ്ങോട്ട് കുറ്റം പറയാൻ തുടങ്ങിയപ്പോൾ നിന്നെ കരഞ്ഞു നോക്കി, അത് വിജയിച്ചില്ല. അവസാനം പറഞ്ഞു തരണ്ടേ, പറഞ്ഞു തരാനല്ലേ പറഞ്ഞു. ബാക്കി കേൾക്കാം നമുക്ക്. പിന്നെ ഖുർആൻ മൊത്തമായി പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണല്ലോ, എനിക്കറിയില്ല, ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവാം. ചിലപ്പോഴോ എന്തായാലും നീ പഠിച്ചതിനെക്കാട്ടിലും പഠിച്ചിരിക്കണേ ബേസിക് ആയിട്ടുള്ള 5ാം ക്ലാസ് എത്തുന്നതിന് മുന്നുള്ള അറിവാണത്. നമ്മൾ ജിഹാദ് ചെയ്യണം ആരോട്, നമ്മുടെ ശരീരത്തിനോട് എന്ന് ബേസിക് അറിവാണ്. ബേസിക്കായിട്ടുള്ള നമ്മൾ നിസ്കരിക്കാൻ പോകുമ്പം, നോമ്പെടുക്കുമ്പോൾ ഇബിലീസ് നമ്മളെ കീഴ്പ്പെടുത്തുമ്പോൾ നമ്മുടെ ശരീരത്തിനോട് നമ്മളൊരു നന്മ ചെയ്യുമ്പം അതിനോട് ഇബിലീസ് നമ്മുടെ ശരീരം ചിലപ്പോൾ അതിന് വേണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനോട് നമ്മൾ ജിഹാദ് ചെയ്യണം എന്നുള്ളത് ബേസിക് അറിവാണ്. 5ാം ക്ലാസ്സിൽ അങ്ങനെ എത്തുന്നതിന് മുന്നേ ഇത് പഠിക്കുന്നുണ്ട്. 5ാം ക്ലാസ്സിന് മുന്നേ. അപ്പോൾ 5 വരെ പോയിട്ടില്ല. എന്നിട്ടാ ചുറക്കിടന്ന് ഇജ്ജ് പഠിച്ച് മദ്രസ എന്നൊക്കെ പറയുന്നത് പറ കേക്കട്ടെ. ഒരാളുടെ അറിവില്ലായ്മയോ കളിയാക്കാനോ പുച്ഛിക്കാനോ അയാൾ എന്ത് മുസ്ലിമാണെന്ന് ചോദിക്കാനോ ഒരാൾക്കും ഇസ്ലാമില് റൈറ്റ്സ് ഇല്ല. ഒരാളുടെ വിശ്വാസം അത് അവരുടെ മാത്രമാണ്, അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും റൈറ്റ്സ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ എന്തിന്റെ പേരിലാണ് ഇങ്ങനെ ചോദിക്കുന്നത്? അത് പറയാനൊരു യോഗ്യത വേണം കേട്ടോ. അത് പറയാനൊരു യോഗ്യത വേണം. ഈ പറഞ്ഞ സംഭവം പറയാനൊരു യോഗ്യത വേണം കേട്ടോ. മുസ്ലിം നാമധാരിയാണ് എന്നുള്ളത് എന്ന് വെച്ചാൽ ആ ഇന്റർവ്യൂടെ ഇടയിൽ എനിക്കിപ്പോ റീസെന്റ് കൊല്ലം തുളസി സാറായിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ ജിഹാദി എന്നൊരു വാക്ക് പറയുകയും അതിന്റെ അർത്ഥം ചോദിക്കുകയും അത് ഞാൻ തെറ്റായി പറയുകയും ചെയ്തു. ആ ഒരു കാര്യം ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കിയ സമയത്ത് എങ്ങനെയാണ് കിണ്ടി തോൾ ഞാൻ പറഞ്ഞു കേട്ടോ. ഗൂഗിളിൽ അടിച്ചു നോക്കിയ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത്? ഗൂഗിൾ അടിച്ചു നോക്കിയാൽ അങ്ങനെ വരാന്നോ? ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ വ്യക്തമായിട്ട് പറഞ്ഞു തരും എന്താണ് ജിഹാദി എന്ന്. എന്തിനാ ഇങ്ങനെ കള്ളം പറയണത് വെറുതെ? എന്തിന് ഗൂഗിൾ അടിച്ച് നോക്കിയ സമയത്തോ? ആ സമയത്ത് ഗൂഗിൾ അടിച്ച് നോക്കിയോ? പറ. ഓക്കെ, ഞാൻ ഇത് വായിച്ചിട്ടാണ് പറഞ്ഞതും എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്ന ഒരു അറിവിനെ ഞാൻ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇന്റർവ്യൂവിൽ ഞാൻ അദ്ദേഹത്തിനോട് എനിക്ക് ഇതൊന്നല്ല ജിഹാദ്, ഇങ്ങനെയല്ല ജിഹാദി എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് അറിവില്ലാത്തൊരു സാധനം അദ്ദേഹം പറഞ്ഞതും ഞാൻ അത് സ്വീകരിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന ഈ ജിഹാദി എന്ന് പറയുന്ന ഒരു വാക്ക് ഒരിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര യൂസ് ചെയ്തിരുന്നു. ഈ അസോസിയേഷന്റെ ഇഷ്യൂ ഒക്കെ നടന്ന സമയത്ത് ഈ പറയുന്ന ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തരേണ്ട ആൾക്കാരാ. ഇദ്ദേഹം ഈ ജിഹാദി എന്താണെന്നുള്ളത് സമൂഹത്തോട് ക്ലിയർ ആയിട്ട് ഇപ്പൊ കൊല്ലം തുളസി ഉസ്താദുമാര് അറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എങ്ങനെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ മക്കളെ ഇങ്ങനെയാട്ടോ, അങ്ങനെയല്ല ഇങ്ങനെയാട്ടോ. കുട്ടികളോട് പോത്തോളം വളർന്നെങ്ങാണ്ട് ഈ ഇസ്ലാമിലായിക്കോട്ടെ അല്ലെങ്കിൽ മദ്രസയിലായിക്കോട്ടെ സ്കൂളിലായിക്കോട്ടെ ഗ്രാജുവേറ്റ് എടുത്തുകൊണ്ട് പുറത്തിറങ്ങേണ്ട പ്രായം 19 വയസ്സുള്ള പോത്തായ എൻ്റെ അടുത്ത് ഉസ്താദിഞ്ഞ് മക്കളെ അങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെയോ പോത്ത് പോലെ വളർന്നത് അറിയില്ലേ എന്ന് ചോദിക്കൂലേ? സ്വാഭാവികമായിട്ടും
ഇത്ര പ്രായമായിട്ടും ഒരു മുസ്ലിമായിട്ടും ഒരു അമുസ്ലിമായിട്ടുള്ളൊരു വ്യക്തി വന്നിങ്ങനെ എനിക്ക് പറഞ്ഞുതരാം, ഒരു മുസ്ലിമായിട്ടുള്ള കുട്ടിക്ക് പറഞ്ഞുതരാം. സ്വാഭാവിക ലിബ്യ എന്ന് പറഞ്ഞാൽ നാണം കെട്ട് നിൽക്കുക, അത്രേ ഉള്ളൂ. വലിയ നാണം കെട്ടല്ലോ ആ ഭാഷ എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ആരും കളിയാക്കും, ഞാനും കളിയാക്കും, എല്ലാവരും കളിയാക്കും. കമൻറ്റിൽ വന്ന് കളിയാക്കൽ കുറേ കണ്ടില്ലേ, കിട്ടിയില്ലേ? വേറൊരുത്ത മൈക്ക് നിങ്ങാണ്ട് നിൽക്കുന്ന ഒരുത്ത എന്നെ സപ്പോർട്ട് തന്നെ സംസാരിച്ചു. ഇതുവരെ മുസ്ലിമിനെ ഓനെന്താ സെലക്റ്റീവാണ് തോന്നുന്നത്, പെണ്ണുങ്ങൾ സപ്പോർട്ട് ചെയ്യണോ എൻ്റെ പോലെ തന്നെയാണ്. അത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു ഇഷ്യൂ നടന്നപ്പോ എത്ര പുസ്തകന്മാര് ജിഹാദി എന്താന്ന് പ്രോപ്പർ ആയിട്ട് ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. എനിക്ക് അറിയില്ലായിരുന്നു. പ്രോപ്പറായിട്ടോ അതിന് ഇസ്ലാമിന്റെ ബേസിക് നോളജിൽപ്പെട്ട ഒന്നാണ് എന്താണ് ജിഹാദി എന്ന്. പ്രഭാഷണത്തിന് പോകണം. മിനിമം റീൽസെങ്കിലും ഇങ്ങനെ എടുത്ത്, നോമ്പിനെങ്കിലും റീൽസ് എടുത്ത് ഇങ്ങനെ കാണണം. അപ്പം ഉണ്ടാക്കും. നോമ്പിന് പറയും നിങ്ങളുടെ ശരീരത്തിന് ജിഹാദ് ചെയ്യണം കേട്ടോ എന്ന് പറയും. നിസ്കരിക്കാനും നോമ്പ് ഒക്കെ ഉണ്ടോ? ഇപ്പം ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇട്ട്, എൻ്റെ റീല് കുറേ കണ്ട് ഞാൻ. മുടിയൊക്കെ ഇട്ട് മുടി കാണിച്ച് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. മുടി കാണിക്കൽ ഹറാമാണ്. പക്ഷെ എനിക്ക് മുടി അങ്ങനെ ഇട്ടാൽ ഭയങ്കര രസീകാരം. പക്ഷേ ഇസ്ലാമിലെ തെറ്റാണ്. അപ്പം ഞാൻ ഇസ്ലാമിൽ തെറ്റാണ്, ഞാനിത് ഇങ്ങനെ ഇടട്ടെ എന്ന് പറഞ്ഞിങ്ങാണ്ട് അത് എൻ്റെ മനസ്സിൽ ആ ഇബ്ലീസ് ഇട്ട സംഭവത്തിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചതും ഒരു ജിഹാദാണ്. മനസ്സിലായില്ലേ? അതാണ് ജിഹാദ്. മനസ്സിലായില്ലേ? ഇപ്പോൾ എൻ്റെ ജിഹാദി തോറ്റിക്കാണ്. മനസ്സിലായിക്കോ? അതൊക്കെ എവിടെ ചെന്നെത്തുക അല്ലാ വലം കേൾക്കട്ടെ. ബേസിക്കായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. 5ാം ക്ലാസ് വരെ പോയിട്ടില്ല. എന്നിട്ടാ ഞാൻ പഠിച്ച് മദ്രസയിൽ ഞാൻ പഠിച്ച് ഏത് മാസത്തിലാണ് പഠിച്ചത്? 5 മാസത്തിലാണ് പഠിച്ചിരുന്നത്. അത് പറഞ്ഞെന്നാ ആദ്യം? ഞാൻ പഠിച്ച മദ്രസയിലാണല്ലോ. പഠിച്ച മാസത്തിൽ 1ാം ക്ലാസ്സിലേക്കാണ് ഉണ്ടാക്കുക. ഞാനൊരു കാര്യം പറഞ്ഞു കേട്ടോ. ഇപ്പോഴത്തെ മാതാപിതാക്കളോട്, പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും മദ്രസ പഠനം പണ്ടത്തെ പോലെ മാക്സിമം കൊടുക്കാൻ നോക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ കാണുന്നതാണ്, അമ്മയെ തല്ലുന്നേ കൊല്ലുന്നേ ഉപ്പയെ എല്ലാം ഭയങ്കരമായിട്ട്. അത് ഈ സംഭവം മൊബൈലിലേക്ക്, ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം മൊബൈലിലേക്ക് മാതാപിതാക്കൾ വീണപ്പം അതിന് ശേഷം വന്ന ജനറേഷൻ ആയിക്കോട്ടെ, ഇവരും അല്ലെങ്കിൽ അന്ന് കുട്ടികളായിരുന്ന ജനറേഷൻ ആയിക്കോട്ടെ, അന്ന് മൊബൈലുമ്പോൾ കളിച്ച ജനറേഷൻ ആയിക്കോട്ടെ, അവരൊക്കെ എന്താ പറയുക, അതിൻ്റെ ഒരു പറഞ്ഞാൽ പിന്നെ ഇപ്പം ഞാൻ അത്രേ പറയുന്നുള്ളൂ. മദ്രസ പഠനം നിർത്താൻ നിൽക്കുക എന്നാൽ നല്ലതാണ്. പിന്നെ ഇന്നത്തെ കാലല്ലേ പറഞ്ഞിട്ടുണ്ട്, അവസാന കാലത്ത് ഈമാൻ കൈ പിടിക്കുക എന്ന് പറഞ്ഞാൽ മറ്റേ തീക്കട്ട കൈ പിടിക്കുന്നത് പോലെയൊക്കെ നമുക്ക് പിടിച്ച് നിൽക്കാൻ വയ്ക്കില്ല. നമ്മൾ വിടുമല്ലോ, അതുപോലെയാണ് നമുക്ക് നേർവഴിക്ക് നടക്കാൻ വയ്ക്കില്ല. അങ്ങനെയല്ലേ വരുള്ളൂ. അപ്പം നമുക്ക് ബാക്കി വെക്കാം. വയലിൽ അറിഞ്ഞില്ല ഞാൻ. എന്റെ കൂടെ ഒത്തിരി മുസ്ലിം സുഹൃത്തുക്കൾ ആ സമയത്ത് ക്യാമറാമാനായിട്ടും ഒക്കെ എന്റെ ഹസ്ബൻഡും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഉറപ്പാണ് ഇത് കാണുന്ന പല മുസ്ലിംസിനും ജിഹാദി എന്താ പ്രോപ്പർ ആയിട്ട് അറിയുന്നുണ്ട്. കുറച്ച് പേർക്ക് അറിയാം. ആര് പറഞ്ഞു? മദർസ് പോയിട്ടുള്ള സകലമാന ആൾക്കാർക്കും അറിയാം. വയലിൽ കേട്ടിട്ടുള്ള സകലമാന ആൾക്കാർക്കും അറിയാം എന്താണ് ജിഹാദി എന്ന്. ഇത് പോയിട്ടില്ലേ ഓലിക്കറിയില്ല. ഇതേപോലെ വേറൊരാൾ പറയുമ്പം വായിൽ പഴം വെച്ചിരുന്നുണ്ട് ഇങ്ങനെ, ആണോ അങ്ങനെ നീ ഇരുന്ന പോയി ഇരിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? സകല ആൾക്കാർക്കും അറിയാം കേട്ടോ. അണക്കറിയാത്ത കാര്യം ബാക്കിയുള്ള ആൾക്കാർക്ക് അറിയില്ല എന്ന് പറയാൻ നിൽക്കണ്ട, എല്ലാവർക്കും അറിയാം. എല്ലാവരും പരിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ട് ഇങ്ങനെ ജീവിക്കാനാണെങ്കിൽ എല്ലാവരും ഒരു തെറ്റും ചെയ്യാതെ, ഖുർആനിൽ തന്നെ ഇസ്ലാമിൽ തന്നെ പറയുന്നുണ്ട് മനുഷ്യനായാൽ തെറ്റ് ചെയ്യും എന്നുള്ളതാണ്. അറിയില്ലട്ടോ, ഞാൻ ആയത്ത് കണ്ടിട്ടില്ല, കേട്ടില്ല, ഉണ്ടോന്നും അറിയില്ല. അവിടെ 10 വർക്കി ഇസ്ലാം നബിൻ്റെ കാലത്ത് പോലും മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പോലും മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കാത്ത ആൾക്കാരുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അതായത് ഇനി മറ്റുള്ളവരുടെ വിധത്തിൽ പറയണമെങ്കിൽ യേശുവിൻ്റെ കാലത്തും അവിശ്വാസികൾ ഉണ്ടായിരുന്നു, ശ്രീകൃഷ്ണൻ്റെ കാലത്തും അവിശ്വാസികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പറയാൻ നിൽക്കണ്ട. ഇത് പഠിച്ച ആൾക്കാർ, ഇത് പ്രചരിപ്പിക്കുന്ന ആൾക്കാരുള്ള കാലത്തും അവിടെ വിലങ്ങി നടക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് പഠിച്ച ആൾക്കാർ നേരെ നടക്കുമെന്ന് വെച്ച് പറയാൻ നിൽക്കണ്ട. പഠിച്ച ആൾക്കാർ അത് ഹിന്ദു പൂജാരിയാണ്, എന്താ പറയുക, കാശ്മീരിലൊരു പിഞ്ചു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് കൊന്നത് പൂജാരികളാണ്.
അതുപോലെ തന്നെ ചില മദ്രസ ചില എന്താ പറയുക ഉസ്താദുമാർ കാണിച്ചു കൂട്ടുന്ന ആറാമ്പറപ്പ് അവിടെ അഭയകൊല കേസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇപ്പം അടുത്തുണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ അച്ഛന്മാരത് അപ്പം അങ്ങനെയൊന്നും വെച്ച് പറയാൻ നിൽക്കണ്ട. അവനവൻ പഠിച്ച് പിൻപറ്റി അവനവനുണ്ടാവും. എൻ്റെ കുറവുകൾ ഇജ്ജ് അവിടെ പെട്ട് അത് എനിക്കറിയില്ല, അത് പറയും എനിക്കറിയില്ലായിരുന്നു, ഇപ്പം എനിക്ക് മനസ്സിലായി, ഓക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞായിരുന്നു, അതിന് റെസ്പെക്റ്റ് കിട്ടിയേനെ. അല്ല ഇജ്ജ് കിടന്ന് കുറേ മോങ്ങി എനിക്ക് ഉറങ്ങാൻ വയ്ക്കുന്നില്ല, ഉറങ്ങാൻ വയ്ക്കില്ലല്ലോ, ഉറങ്ങാൻ വയ്ക്കില്ല, ഡിപ്രഷനാണ്, അത് കഴിഞ്ഞ് നിങ്ങളുടെ വീഡിയോ എടുത്തത്. അതാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചെയ്തൊരു തെറ്റിനെ ഉസ്താദ് ഇപ്പൊ കളിയാക്കുകയല്ലേ ചെയ്തത്. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയില്ലാത്തതും കൂടെ പറഞ്ഞുതരാം. ആ സമയത്ത് ആ സ്പോട്ടിലാണ് അദ്ദേഹത്തിന്റെ ജിഹാദി എന്താണ് സമൂഹത്തിലേക്ക് എത്തിക്കണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത്. എന്താണെന്ന് ചോദിക്കുന്ന രീതിയിൽ ആ ക്വസ്റ്റ്യൻ ഒന്ന് വരുവാണെങ്കിൽ ഞാൻ അത് എന്താണെന്ന് പറയാം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാനത് ചോദിച്ചത്. അദ്ദേഹത്തിന് അത് ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുണ്ട് എന്താണ് ജിഹാദി എന്നുള്ളത് പ്രോപ്പർ ആയിട്ട്. അത് ഞാൻ ചോദിച്ചാൽ ഞാൻ കൊല്ലം സാറേ നിങ്ങള് സംഗീ ബെൽറ്റിലേക്ക് ചായവുള്ള ആളാന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളെ ഭയങ്കര ഇഷ്ടമൊരു നടനായിരുന്നു. പിന്നെ സംഖ്യ ആയതുകൊണ്ട് ഇഷ്ടക്കുറവുണ്ട്. പക്ഷെ അത് നിങ്ങൾ കാര്യമൊക്കെ നിൽക്കണ്ടെന്നില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഇതിപ്പം ഞങ്ങളിലേക്ക് എത്തിയെന്ന് പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന ഈ മഹദി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറയാണ്. അങ്ങനെയൊന്നുമല്ല കേട്ടോ, എല്ലാവർക്കും വരാം. ഏത് സംഘി ബെൽറ്റുകൾ ജിഹാദി എന്ന് പറഞ്ഞ വാക്കിന് അത്രയ്ക്കും മിസ്യൂസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ചർച്ചകളിലൊക്കെ വന്നെങ്ങാണ്ട് ജിഹാദി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഈ ഹലാൽ പറഞ്ഞാൽ എന്താണെന്ന് പോലും ഹലാൽ പിടിച്ചവരെ പിന്നാലെ പോയിട്ടുണ്ട്. അപ്പോൾ ഹലാൽ പറഞ്ഞാൽ എന്താണെന്ന് വരെ പറഞ്ഞു കൊടുത്ത സമുദായവും പ്രശ്നം എന്താ പറയുക അത് മനസ്സിലാക്കിയ ആൾക്കാരും ഒക്കെയാണിത് കേട്ടോ. ഈ കുട്ടിക്ക് ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടി അറിവില്ലായ്മേനെ, എൻ്റെ പേരെന്താ എനിക്കറിയില്ല, അതിനെ നീ ഇന്ന് എടുത്തുങ്ങാണ്ട് നിനക്കറിയില്ല പറഞ്ഞൊന്ന് കളിയാക്കിപ്പോയി. പിന്നെ ഞങ്ങൾക്ക് ആർക്കും ഇത് അറിയില്ലായിരുന്നു, അതുകൊണ്ട് കൊല്ലം തുളസി എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ പറഞ്ഞു കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ഞാനത് പറഞ്ഞു കൊടുത്തു, അങ്ങനെ അതൊന്നും വേണ്ട, അത്രയ്ക്കൊന്നും വേണ്ട കേട്ടോ. അവർ പറഞ്ഞു തന്നു, ഓക്കെ, നല്ല കാര്യം, അദ്ദേഹത്തിനത് മനസ്സിലാക്കണമെങ്കിൽ നല്ല കാര്യം. കാരണം ഏത് സംഘടനയിലോ പാർട്ടിയിലോ എവിടെ ആയിക്കോട്ടെ നല്ലത് ചിന്തിച്ചിങ്ങാണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് BJP RSS ഏതും ആയിക്കോട്ടെ നമ്മൾ ഒപ്പാണ്, മനസ്സിലായില്ലേ. അവിടെ നിന്നിങ്ങാണ്ട് അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്നുതന്നെ ഇതായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല കേട്ടോ. അതുകൊണ്ട് അദ്ദേഹത്തിനെ തോളത്ത് കൈയിട്ടിങ്ങാണ്ട് വീഴാതിരിക്കാൻ നിൽക്കണ്ട. പ്രിപ്പയർ ചെയ്ത് തലേന്നേ പ്രിപ്പയർ ചെയ്ത് ഇനിയിപ്പോ തലേന്നാണ് നമുക്ക് ഗസ്റ്റ് ആരാന്ന് അങ്ങനെ വരികയാണെങ്കിൽ പോലും എനിക്ക് പരിശുദ്ധമായ ഖുർആൻ ഒരു ദിവസം കൊണ്ട് പഠിച്ച് തീരാവുന്നതൊന്നല്ല. അപ്പോൾ എന്റെ പരിമിതമായ അറിവിൽ എന്തൊക്കെയാ പറയണത് പരിശുദ്ധ ഖുർആനൊന്നും പഠിച്ചണ്ട. ബേസിക് അറിവാടെ, ബേസിക് മദ്രസയിൽ 5 വരെ പോയ കിട്ടീനെ അറിവേനത്. ഇജ് മദ്രസിൻ്റെ പടി കണ്ടിട്ടില്ല എന്ന് ഇജ് പറഞ്ഞു കാണുന്നത്. ഇജ് മദ്രസ പോയിക്കണമെങ്കിൽ 5ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കാണിച്ചു തന്നാൽ ഇജ് ഇന്ന് 5ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ട് പോയാൽ മതി. ഇജ് പോസ്റ്റ് ചെയ്താൽ എൻ്റെ 5ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് അടുത്തുണ്ടോ? ഒന്നും വേണ്ട, ആയത്തിൽ കുറിച്ച് കാണാതെ ഒതിക്കാച്ച് ഓത് കാണാതെ അങ്ങോട്ട് സൂറത്തുൽ ഫാത്തിഹ ഒന്നും പറ്റൂല, ആയത്തിൽ കുറിച്ച് ഓത്. തേങ്ങ എന്തെങ്കിലും ആ സമയത്ത് എന്നോട് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം എന്താ ജിഹാദി എന്ന് എന്നോട് തിരിച്ചു ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് നോക്കിയ സമയത്ത് എനിക്ക് ഗൂഗിളിൽ കിട്ടിയത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ ഇത് നേരത്തെ കരുതി കൂട്ടി പോയി. ഗൂഗിളിന്റെ പോസ്റ്റ് കാണിച്ചത് മാനിപ്പുലേറ്റ് ചെയ്താണോ ഗൂഗിൾ പറഞ്ഞത് എനിക്കറിയില്ല. ഗൂഗിളിൽ ചോദിച്ചാൽ ഗൂഗിൾ പ്രോപ്പറായിട്ട് പറഞ്ഞുതരും. ഗൂഗിൾ അങ്ങനെ കള്ളൊന്നും പറയില്ല, ഗൂഗിൾ ചതിക്കൊന്നുമില്ല. ഗൂഗിള് കേൾക്കണ്ട, പ്ലാൻ ചെയ്ത ഒരു ടോപ്പിക്കോ ഡിസ്കഷൻ ടോപ്പിക്കോ ഒന്നുമല്ല. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലാത്ത കാര്യത്തെ കുറിച്ച് ഒരാളെ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഇപ്പൊ അദ്ദേഹത്തിന് പറയാം, ഓക്കെ കൊല്ലം തുളസി സാർ പറഞ്ഞ ഈ ഒരു കാര്യം കറക്റ്റ് ആണ്, ഇതാണ് ശരിക്കും ജിഹാദി എന്നും ആണ് അണക്കത് അറിയില്ല. ഒരു അമുസ്ലിം ആയിട്ടുള്ളൊരു വ്യക്തിക്കുള്ള ഒരു അമുസ്ലിം ആയിട്ടുള്ള വ്യക്തിയോട് ചോദിക്കാണ്, മോളെ എന്താണ് ജിഹാദി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള തീവ്രവാദപരമായിട്ടുള്ള ആൾക്കാരല്ലേ? അപ്പം എന്നോട് പിന്നെ എന്താ പോത്തോളം വലുപ്പമല്ല ഇജാ റിപ്ലൈ കൊടുക്കുമ്പോൾ എന്താ പിന്നെ എന്നെ പറയേണ്ടത്? ഈ ലിബ്ബെ തന്നെ പറയണ്ടത്. ഇജ് ലിബ്ബെന്നെ അയക്കണത് ബായിൽ പഴം വെച്ചിരുന്നെങ്ങാണ്ട് അത് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. അതിനേക്കാട്ടിലും വ്യക്തമായി നിനക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയേണ്ടതാണ്. എന്നിട്ട് ഉസ്താദ് റിയാക്ട് ചെയ്യും. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു വിവരം, ഈ ഇസ്ലാമികമായിട്ടുള്ള വിവരത്തിൻ്റെ ഉദാഹരണമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് മദ്രസ വിദ്യാഭ്യാസം പ്രോപ്പറായിട്ടും വ്യക്തമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അത് ഉസ്താദ് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. അദ്ദേഹത്തിന് ഇഷ്ടം പോലെ വ്യൂസ് ഉള്ളതുകൊണ്ട് അദ്ദേഹം പറയണം. കാരണം നാളെ
അദ്ദേഹത്തിൻ്റെ ഇത് കാണുന്ന ഒരു ഉപ്പ ആയിക്കോട്ടെ എൻ്റെ മകൾക്ക് ഇത് ഇങ്ങനെ ഈ നിന്നെ പോലെ ഇങ്ങനെ പാടില്ല എന്ന് ചിന്തിക്കണം. മനസ്സിലായോ എനിക്ക്? അല്ല മനസ്സിലായോ? ഇവിടെ വന്നിങ്ങാണ്ട് ഉസ്താദ് പറയേണ്ട ഒരു കാര്യമല്ല. എൻ്റെ കുറവ് എന്താണ് എനിക്കറിയില്ല, എൻ്റെ മതത്തിനെ കുറിച്ച് എനിക്ക് ഇത്രയുള്ള അറിവ് എന്ന് നീ സ്വയം ചിന്തിക്ക്. അല്ലാതെ എവിടെ വന്നിങ്ങാണ്ട് ഉസ്താദ് നേരെ വരുന്നൊരു കാര്യമില്ല. എൻ്റെ മയക്കെന്ന് നിൽക്കുന്ന എന്നോടും കൂടി പറയണം കേട്ടോ. ഇവൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് കഷ്ടം. അല്ലാണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ കളിയാക്കിയിട്ടോ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയെ കളിയാക്കിയിട്ടോ അല്ല. ഞാനെന്താ കളിയാക്കിയതല്ല ഇജ്ജ് മനസ്സിൽ പോയിട്ടില്ലെന്നാല് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്കൂളിലൊക്കെ പോയി ഇങ്ങോട്ട് പടച്ച റബ്ബേ ഇന്നൊക്കെ നമ്മളൊക്കെ ബെഞ്ചിമ നിർത്തിയിട്ടില്ലേ? നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഒരുങ്ങി കെട്ടേണ്ടി വരും, കൺമേഷ ചെയ്ത് കണ്ട് മുഖത്ത് പൗഡർ ഇട്ടുങ്ങാണ്ട് പഠിച്ചില്ല ചോദ്യത്തിന് ഉത്തരം പറയില്ല. അതെന്തേനെ അപ്പോൾ? നമ്മളൊന്ന് മുന്നോട്ട് പോയി, ഞാനൊക്കെ മുന്നോട്ട് പോയാൽ എന്നോട് കുളിച്ചിട്ട് എന്നോടെ നീ കാര്യം ചോദിക്കൽ എന്നോടൊക്കെ പോടുന്നത് ഇല്ല. ഞാനും പഠിച്ചോണ്ടും തമ്മിൽ എന്റെ വിശ്വാസത്തെ ആരും ചോദ്യം ചെയ്യണ്ട. ഞങ്ങൾ തമ്മിലുള്ള എന്റെ വിശ്വാസത്തെ ആരും ചോദ്യം ചെയ്യും. ഇത് എന്താ അറിയോ, ഇമ്മാരിക്കും ഒരു പിടിച്ച ആൾക്കാരെ വർത്താനാണത്. എന്നാൽ വേറെ ഒന്നും പറയണ്ടല്ലോ. ഇതിൻ്റെ ഒരു ഹദീസ് ഞാൻ പറഞ്ഞു കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് മുസ്ലിം ആയിക്കഴിഞ്ഞാൽ കൊല്ലാൻ പാടില്ല എന്നാണ്. അപ്പോൾ തോറ്റ് ഓടിയ ഒരു പടയാളുണ്ടായിരുന്നു ഈ ശത്രുപക്ഷത്ത്. അപ്പം എന്താ പറയുക, ഈ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ വേഗം ഷഹാദത്ത് കലിമ ചൊല്ലി. അതായത് മുസ്ലിം ആണെന്ന് പറഞ്ഞപ്പം മരിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഇവർ യുദ്ധത്തിന് സമയം കേട്ടോ. അപ്പോൾ കൊന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ ദേഷ്യപ്പെട്ടു, ഭയങ്കര ദേഷ്യപ്പെട്ടു. എന്തിനാ കൊന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നബിയെ ആ വ്യക്തി മരിക്കാതിരിക്കാൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞാണെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്കറിയോ ആ ഷഹാദത്ത് കലിമ അല്ലാഹ് സ്വീകരിച്ചോ ഇല്ലയോ നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു. അതാണ് ഇങ്ങനെ പറയണത്. അതായത് ഒരാളുടെ ഈമാൻ, ഒരാളുടെ ഉള്ളിലെ ഈമാൻ അത് പടച്ചോനെ അറിയുള്ളൂ. നിൻ്റെ ഉള്ളിലെ ഈമാനും പടച്ചോനെ അറിയുള്ളൂ. പക്ഷെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇസ്ലാമിലുണ്ട്. നിസ്കരിക്കാറുണ്ടോ, അല്ലെങ്കിൽ നോമ്പ് കൊടുക്കാറുണ്ടോ, അല്ലെങ്കിൽ തലമുടി അറക്കുക, അല്ലെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇസ്ലാമിൽ. പക്ഷെ ഇതൊക്കെ ആയാലും ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്ത് പോയ ആൾക്കാരുണ്ടെന്നാണ്. മനസ്സിലായല്ലേ? അപ്പോൾ ഈ ഒരൊറ്റ ബേസിൻ്റെ കാര്യത്തിലാണ് എൻ്റെ വിശ്വാസവും ഞാനും പടച്ചോനെ കൊണ്ട് ഇതൊരു രക്ഷപ്പെടലാണ് കേട്ടോ. പക്ഷേ ഈ പറഞ്ഞുകൊണ്ടല്ല, അല്ലാണ്ട് റസൂൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു വെച്ചതുകൊണ്ട് എൻ്റെ ഈമാനെക്കുറിച്ചോ വിശ്വാസത്തെക്കുറിച്ചോ ഒന്നും നമ്മളാരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ എൻ്റെ ഇസ്ലാമിലുള്ള അറിവിനെ കുറിച്ചാണ് ചോദ്യം ചെയ്തത്. അത് മനസ്സിലാക്കണം. അതെന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല, പൊട്ടത്തി. അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളം. ചിലപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ തെറ്റുണ്ട്. എല്ലാ മനുഷ്യരും പെർഫെക്റ്റ് അല്ല, എല്ലാ മനുഷ്യർക്കും എല്ലാം അറിയോ ഇല്ല. ഈ ഘോരമായി നീട്ടി വലിച്ച ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പാട്ടും പാടി പ്രസംഗിച്ച് കണ്ടോ ഞാനൊന്നും പറയില്ല. നടത്തുന്ന ഉസ്താക്കന്മാർക്ക് ആവശ്യമുള്ള ഇതുപോലത്തെ കാര്യങ്ങൾ മനുഷ്യന്മാരെ മുസ്ലിമുകളെ എഡ്യൂക്കേറ്റ് ചെയ്യും. അപ്പൊ ആര് പടച്ച റബ്ബേ, ഇജേതാ ഈ ലോകത്തൊന്നും അല്ലേ, ഇത് വേറെ യൂണിവേഴ്സിലാണോ? എൻ്റെ നാടെവിടെയാണ്? എല്ലാ നോമ്പിലും നോമ്പടുപ്പിച്ചൊക്കെ പ്രഭാഷണത്തിൽ പരമ്പരകളാണ് യൂട്യൂബിൽ നിറഞ്ഞു കിടക്കുകയാണ്. ഇജേതാ ഇത് കേൾക്കലൊന്നുമില്ലേ? ഇജ് കേൾക്കാതെ എൻ്റെ കുറ്റാണ് കേട്ടോ. എല്ലാവരും കേൾക്കലുണ്ട്, ഞാൻ കേൾക്കലുണ്ട്, എല്ലാവരും കേൾക്കലുണ്ട്. പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്, ആർക്കൊക്കെ കേൾക്കാൻ ആഗ്രഹമുണ്ട് ഓരൊക്കെ പോയി കേൾക്കലുണ്ട്, യൂട്യൂബിൽ കേൾക്കലുണ്ട്. ഇജ് നോമ്പിന് പോലും കേൾക്കലുണ്ട്. എന്നോടൊക്കെ ഞാൻ വെറുതെ റിയാക്ട് ചെയ്തു. ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു എന്നുകൂടെ ഞാൻ പറയണം. ആയിക്കോട്ടെ ശരി എന്നാ. അപ്പോൾ ഇതാണ് സംഭവം. ബേസിക്കായിട്ട് വേറൊരാൾ നമ്മളെ ദീനിനെ കുറിച്ച് ഒരാൾ ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അറിയണം. വലിയ കാര്യങ്ങളൊന്നും നമുക്കറിയില്ലായിരിക്കും. അത് എനിക്കറിയില്ല. നമ്മൾ ഉസ്താദ് പണ്ഡിതന്മാരോട് പോയി ചോദിക്കുക എന്നുള്ളത് അത് വേറെ, മനസ്സിലായില്ലേ? വലിയ കാര്യങ്ങൾ നമുക്കറിയില്ല, എനിക്കും അറിയില്ല. പക്ഷെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ അത് അവളുടെ പോരായ്മയാണ്. അതിനെയാണ് ഒരു ബേസിക്കായിട്ടുള്ള കാര്യം. ഇത്രയും വലുപ്പമായിട്ടൊരു മുസ്ലിമത്തായിട്ടൊരു പെണ്ണ് അറിയില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഉസ്താദ്. അത് എളിപ്പേ നിൽക്കുന്നല്ലേ. ഒരു മുസ്ലിമിനോട് ചോദിക്കണമെങ്കിൽ കുഴപ്പമില്ല. ഒരു അന്യമതത്തിൽപ്പെട്ട ഒരാൾ
വ്യക്തമായി പറഞ്ഞു കൊടുക്കേണ്ടി വരികയാണ് ഒരു മുസ്ലിമായിട്ടുള്ളൊരു വ്യക്തിക്ക്. അത് നമ്മൾ കൊല്ലം തുളസി രാമായണത്തിലെയോ ഭഗവത്ഗീതയിലെയോ ഒരു ശ്ലോകം ഇവള് പറഞ്ഞു കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? എങ്ങനെയുണ്ട്? അത് ഒന്ന് ആലോചിച്ച്. അദ്ദേഹം ലിബിയനായിക്കൂലേ? അത്രേ ഉള്ളൂ. അത് പറഞ്ഞു കൊടുത്തോ ഇവൾക്ക് പറ്റിയില്ല. അതിൽ കുറേ ആൾക്കാർ വിമർശിച്ചും പരിഹസിച്ചും വന്നു, അതും പറ്റിയില്ല. കുറേ കരഞ്ഞു, ഡിപ്രഷനായി അറിഞ്ഞു. അപ്പം എല്ലാവരും പിന്നെ വന്ന് ഒരുപാട് കളിയാക്കി. അതിലാണ് ഈ സംഭവം. ഇതൊരു ഫുള്ള് പൊട്ടത്തരം. എന്താ ചെയ്യുക? അപ്പം ശരി, എന്നാ പറയാൻ തോന്നി ഒന്ന് പറഞ്ഞു. നമോഭാഗം.